ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായി കർത്തൃപകൽക്കാലം ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലിടയാക്കിയ നല്ല അവസരത്തിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വിമൻസ് ഡേ ആണ്. ഹല്ലേലൂയ. തിരുവചനത്തിൻ്റെ ഏടുകൾ മറിച്ച് നോക്കിയാൽ സ്ത്രീകൾക്ക് തിരുവചനത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ അന്തരാത്മാവിൽ തന്നതും തിരുവചനത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിച്ച് നിങ്ങളെ ആദ്യം കേൾപ്പിക്കാം. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയായെ പോലെയും ആക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഇസ്രായേൽ ഗൃഹം പണിത ലേയെ പോലെയും റാഹേലിനെ പോലെയും ജീസസ് വോയിസിലെ എല്ലാ സഹോദരിമാരെയും കർത്താവ് ആക്കി തീർക്കട്ടെ. ആമേൻ. സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ പങ്കാണുള്ളത്. എന്നാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് തിരുവചനപ്രകാരം സ്ത്രീകൾ എത്രമാത്രം തിരുവചനപ്രകാരമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവായ എലീമലേക്കും തൻ്റെ മക്കളായ മഹളോനും കില്യോനും ഒരുമിച്ച് യഹൂദിയയിലെ ബത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പുറപ്പെട്ടു. കുറച്ചു കാലം അവിടെ താമസിച്ചിട്ട് തിരിച്ചു പോരാം, അല്ലെങ്കിൽ ആ സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ ആ മോവാബ് ദേശത്തേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ വലിയ പ്രതിസന്ധികൾ ആ കുടുംബത്തിന് നേരെ ആഞ്ഞടിച്ചു. പ്രാർത്ഥിക്കുന്ന നവോമിക്ക് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിച്ച കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും പ്രാർത്ഥിക്കുന്ന നവോമി ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന തൻ്റെ മരുമക്കൾ അത് കണ്ടുകൊണ്ടിരുന്നു. എപ്പോഴും ഒരു വീടിൻ്റെ ഐശ്വര്യം ആ വീട്ടിൻ്റെ സ്ത്രീയാണ്. 90% വീടുകൾ നമ്മൾ പഠിച്ചാൽ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് സ്ത്രീകളാണ്. വൈകിട്ടത്തെ പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ എന്ന് വേണ്ട മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത്. നമ്മൾ മുമ്പേ ഇവിടെ കേട്ടല്ലോ, ആരാധന ഉപേക്ഷയായി വിചാരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുക, ആരാധന ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. നാൾ സമീപിക്കും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന സമയത്ത് എത്രയും ആരാധനയിലും പ്രാർത്ഥന അധികമായി ചെയ്യുവാൻ ദൈവം വരുത്തട്ടെ. പ്രാർത്ഥിക്കുന്ന നവോമിയെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന തൻ്റെ മരുമക്കൾ, അവരോട് നവോമി പറഞ്ഞു, അവളുടെ പ്രാർത്ഥനാ മുറിയിൽ അവൾക്ക് വെളിപ്പെട്ടു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. പ്രാർത്ഥിക്കുന്ന സഹോദരിമാരോട്, പ്രാർത്ഥിക്കുന്ന അമ്മമാരോട്, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ എപ്പോഴും ഒരു ശബ്ദം നിനക്ക് കേൾക്കാൻ സാധിക്കും, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്ന് നിന്നോട് ഇടപെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എന്തായാലും പ്രാർത്ഥിക്കുന്ന നവോമിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രൂത്ത് ഇത് മുഴുവൻ ശ്രദ്ധിച്ചു. ഇതാണ് സഹോദരിമാരുടെ പ്രത്യേകത. ഇവിടെ സൺഡേ സ്കൂളിന് വിടുന്നതും അല്ലെങ്കിൽ വാക്യം പഠിക്കാൻ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രാർത്ഥിപ്പിക്കുന്നതും ഒക്കെ അമ്മമാരാണ്, സഹോദരിമാരാണ്. പക്ഷെങ്കിൽ അവരുടെ പങ്ക് വീട്ടിൽ ചിലപ്പോൾ വലുതായിട്ട് മനസ്സിലാക്കുന്ന ആരും കാണത്തില്ല. എന്നാൽ ഇവിടുത്തെ സഹോദരിമാർ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ജോലി ചെയ്യുന്നവരുണ്ട്, റിട്ടയർഡ് ആയവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കുടുംബം നന്നായിട്ട് നോക്കുന്ന സഹോദരിമാരുണ്ട്. അവരോടൊരു വാക്കിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങളെ കണ്ടുപഠിക്കുന്ന മക്കളും നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. പ്രാർത്ഥനയിൽ മക്കളെ പഠിപ്പിക്കുവാനും വാക്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാനും അത് എഴുതി പഠിപ്പിക്കുവാനും നിങ്ങൾ തയ്യാറായിരിക്കണം. അതിൻ്റെ കാര്യം ഇന്ന് വിമൻസ് ഡേ ആണ്. സ്ത്രീകളോട് സംസാരിക്കുക, സഹോദരിമാരോട് സംസാരിക്കുക. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചർച്ചിലും സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മുടെ വീട്ടിൽ സ്ത്രീകൾക്ക് വലിയ പങ്കുണ്ട്. നമ്മളുടെ പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവും നമ്മളുടെ വിശ്വാസവും കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് ബാലശിക്ഷയിലും പത്യോപദേശത്തിലും മക്കളെ വളർത്തുമ്പോൾ തിരുവചനം കൂടെ പഠിപ്പിക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നവരായിരിക്കണം.
പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് നവോമിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന രൂത്ത് നവോമി പറഞ്ഞു, ഇനിയും എൻ്റെ ജീവിതത്തിൽ മക്കളെ തന്ന് നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിട്ടിരിക്കാൻ നിങ്ങൾ അത്രയും സമയം കാത്തിരിക്കത്തില്ല. എന്നാൽ ആമൻ ഇത് കേട്ട തൻ്റെ ഒരു മരുമകളായ ഓർപ്പ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ തന്നെ ശ്രദ്ധിച്ച് തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോഴും ഇത്രയും ധൈര്യത്തോടെ നിൽക്കുവാൻ കാരണം തൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കിയ രൂത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകത്തില്ല. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും. ദൈവത്താൽ അല്ലാതെ നമ്മൾ തമ്മിൽ വേർപിരിയത്തില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി നവോമിയുടെ കൂടെ ചേർന്ന് ബെത്ലഹേം വരെ രൂത്തും നവോമി ഒരുമിച്ച് നടന്നു. അതെ, പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. നിന്നെ കണ്ട് പട്ടണമിളകി നവോമി വരുന്നെന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? ആർത്ത് സന്തോഷിച്ചു. അതിൻ്റെ കാര്യം എന്താണ്? ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കിപ്പടിച്ച നവോമി കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, പ്രാർത്ഥിക്കുന്ന ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെയും ആ നാടിൻ്റെയും നിലനിൽപ്പ് തന്നെ പ്രാർത്ഥനയിലാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്തായാലും അവർ ഒരുമിച്ച് നടന്ന് ബെത്ലഹേമിൽ ചെന്ന ചരിത്രമാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ച വാക്യത്തിൽ. ആമേൻ. തൻ്റെ കൂടെ വന്ന രൂത്ത് നവോമിയോട് പറഞ്ഞു, അമ്മേ, ഞാനിവിടെ വെറുതെ മെനക്കെട്ടിരിക്കുന്നത്. ഇതാണ് പ്രാർത്ഥിക്കുന്നവരും ഉത്സാഹമുള്ള സ്ത്രീകൾ, ഉത്സാഹമുള്ള സഹോദരിമാർ വെറുതെ മിനക്കെട്ടിരിക്കാറില്ല. അവർ തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോസ്തലനായ പൗലോസ് ആമേൻ നമ്മെ പ്രബോധിപ്പിക്കുന്നവരോട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പീൻ. ആമേൻ. ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിലും ഉത്സാഹമുള്ള സഹോദരിമാർക്കായി ദൈവത്തിന് സ്തോത്രം. ആർക്കെങ്കിലും ഉത്സാഹമില്ലെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുന്നു, പ്രാർത്ഥനയിലും ആരാധനയിലും വചന ശുശ്രൂഷയിലും വചനധ്യാനത്തിലും ഹല്ലേലൂയ സമയങ്ങൾ വേർതിരിച്ച് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പോലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കണ്ടുപഠിക്കുന്ന ഒരു തലമുറ നിങ്ങളുടെ പുറകെ ഉണ്ട്. അതുകൊണ്ട് 90% സഹോദരിമാരും വീട്ടിലെ ആത്മീക കാര്യത്തിന് ഉത്സാഹികളാണ്. തിരുവചനം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകൾക്കുള്ള പങ്ക് വാക്യത്തിലൂടെ ഞാൻ വരുന്നതിന് മുമ്പേ പറയുക. എന്തായാലും ഈ രൂത്ത് നവോമിയോട് പറഞ്ഞു, ഞാനിവിടെ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ ആമേൻ ഹല്ലേലൂയ അധ്വാനിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഇവിടെ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാനല്ല വന്നത്. നിന്റെ കൂടെ വന്ന ആമേൻ നിന്നെ കൈക്ക് പിടിച്ചുയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിഷയത്തിലും പരിഹാരം തരാമെന്ന്. അതെ, അവൾ അധ്വാനിക്കാനായിട്ട് വയലിൽ ഇറങ്ങി. ആമേൻ. അവൾക്ക് വേണ്ടി ഭാഗ്യവശാൽ ബോവസിനുള്ള വയലിൽ തന്നെ അവൾ ചെന്നിറങ്ങി. അതെ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുക്കപ്പെടാൻ പോകുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത്തേക്കുള്ള റൂട്ടിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നീ പ്രാർത്ഥിച്ച സകല കാര്യത്തിനും എൻ്റെ ദൈവം അക്കമിട്ട് നിനക്ക് മറുപടി നൽകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളുടെ ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാവേ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കരയുന്ന മാതാവേ, തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, നിനക്കൊരു ആമേൻ മറുപടി ഉണ്ട്. അതെ, നിന്റെ കൈകളിൽ തന്നെ മറുപടി പ്രാപിക്കുമ്പോൾ നമ്മൾ കേട്ടല്ലോ, ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൾ മനോവ്യസനത്തോട് പ്രാർത്ഥിച്ചു. അവളുടെ വിഷയത്തിന് അവൾ ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവളെ നോക്കിക്കൊണ്ടിരുന്ന പുരോഹിതന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ അവളുടെ ഹൃദയം അവൾ ദൈവസന്നിധിയിൽ പകർന്നു. എന്താണ് പ്രാർത്ഥന? വാക്കുകളുടെ പ്രഹരമല്ല പ്രാർത്ഥന. ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നതാണ് പ്രാർത്ഥന. ദൈവത്തോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. നിന്റെ ആകുലതകളും ഭാരങ്ങളും ഒക്കെ, നിന്റെ ആവശ്യങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതാണ്, ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന. ദൈവത്തോടുള്ള സംസാരമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥിച്ച ഹന്നായിക്ക് അത്ഭുതകരമായി മറുപടി പ്രാപിച്ച് ആലയത്തിൽ കൊണ്ടുവന്ന് ആലയത്തിലെ ശുശ്രൂഷക്കാരനാക്കാമെന്ന് അവൾ നേർന്നാണ് ദൈവം അവൾക്കൊരു മറുപടി കൊടുത്തത്. ആമേൻ. അവളോ ദൈവത്തോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്തു കൊടുത്തപ്പോൾ പിന്നെ അവൾക്ക് ദൈവം 5 മക്കളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. നീ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകളെ കൊണ്ട് നിറയ്ക്കുവാൻ എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ആമേൻ വനിതാ ദിനത്തിൽ തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ തിരുവചനം പഠിപ്പിക്കണം, വാക്യങ്ങൾ പഠിപ്പിക്കണം. ആമേൻ. ഇവിടുത്തെ സഹോദരിമാർ ഈ കൊലോസ്യ ലേഖനം, എഫേസ്യ ലേഖനം, എബ്രായ ലേഖനമൊക്കെ പറഞ്ഞു കേൾപ്പിച്ച് വലിയ വലിയ ക്യാഷ് അവാർഡുകളൊക്കെ
വാങ്ങിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരിവിടെ ഉണ്ട്. ഞാൻ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ന് 5000-ഉം 10,000-ഉം ക്യാഷ് അവാർഡ് കൊടുത്തെടുത്ത് സങ്കീർത്തനങ്ങളും ചാപ്റ്ററുകളൊക്കെ കാണാതെ പഠിക്കുമ്പോൾ 1 രൂപയുടെ നോട്ടാണ് അന്നത്തെ സമ്മാനം. നിരവധി 1 രൂപയുടെ നോട്ടുകൾ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഹല്ലേലൂയ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർമ്മലവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ കർത്താവ് വീണ്ടെടുത്തിരിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നേറാനാണ് തിരുവചനത്തിൽ കൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് എൻ്റെ സമയം തീരാറായതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണമല്ലോ. എപ്പോഴും വീട്ടിലുള്ള സഹോദരിമാർ, മാതാക്കൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആമേൻ. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ സുസ്ഥിരമാണ്. തലമുറകൾക്ക് വേണ്ടി നല്ല നല്ല യൂണിവേഴ്സിറ്റികളിൽ കുഞ്ഞുങ്ങൾ പഠിക്കണമെന്നും അവർ ഏറ്റവും ഉന്നതരായി തീരണമെന്നും ഏത് മാതാവിൻ്റെയും ആഗ്രഹമാണ്. ദൈവം അത് സാധിപ്പിച്ചു തരട്ടെ. അതിനെക്കാട്ടി വലുതാണ് ദൈവരാജ്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന തലമുറകളെ വാർത്തെടുക്കുന്ന മാതാപിതാക്കളുടെ ഉണ്ടാകട്ടെ. എൻ്റെ പ്രാർത്ഥന ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം, നല്ല ബിരുദം കരസ്ഥമാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെക്കാളുപരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശ്രമമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവ വേലക്കാരാക്കി മാറ്റണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്വർഗത്തിലെ ദൈവം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം അതുപോലെ തന്നെ മറുപടി നിങ്ങളുടെ കരങ്ങളിൽ തരട്ടെ. ഞാനൊരു വാക്യം കൂടെ വായിച്ചേൽപ്പിക്കാം. ഒരു സ്ത്രീയുടെ വില ബൈബിളിൽ എന്താണ് പറയുന്നത്? സദൃശവാക്യം 31-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവളുടെ വില മുത്തുകളിലും ഏറും. ഒരു സ്ത്രീയുടെ വില ഒരു മുത്തിനോ രത്നത്തിനോ നിങ്ങൾ വില കൊടുക്കുന്നതിലും അപ്പുറമാണ്. അവൾ താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലുള്ളവർക്ക് ആഹാരവും ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നു. നീ ഇന്ന് വാടകയ്ക്കാണോ താമസിക്കുന്നത്? സ്വന്തമായിട്ടൊരു ഭവനമില്ലയോ? സ്വന്തമായിട്ടൊരു വാഹനമില്ലയോ? നിനക്ക് എന്തൊക്കെയാണ് നിന്റെ നിത്യവൃത്തിക്ക് അല്ലെ ജീവിത ഓരോ ദിവസത്തിൻ്റെ ആവശ്യങ്ങൾ? അത് നീ പ്രാർത്ഥിച്ചോ. നീ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചാൽ അത് വാങ്ങിക്കാനുള്ള വഴി ദൈവം നിനക്ക് ഒരുക്കി തരും. അവൾ നന്നാ രാവിലെ എഴുന്നേൽക്കുന്നു. അവളുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ കൃത്യനിഷ്ഠയോടെ അവൾ ചെയ്യുന്നു. അവൾ കൈനേട്ടം കൊണ്ട് അവളൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നു. അതെ, ആഗ്രഹത്തോടെ അധ്വാനിക്കാൻ നീ തയ്യാറായാൽ നിനക്കൊരു പ്രതിഫലം തരാൻ എൻ്റെ ദൈവം ശക്തനാണ്. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. അവൾ രാത്രിയും പകലും ഏതു നേരത്തും ഹല്ലേലൂയ ആമേൻ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ അവളുടെ വിളക്ക് കെട്ടുപോകാതെ പ്രാർത്ഥനയിൽ പോരാടുന്നവളാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ. അവൾ തൻ്റെ കൈ എളിയവർക്ക് വേണ്ടി തുറക്കുന്നു. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. പ്രാർത്ഥിക്കുന്ന മാന്യമായിട്ടുള്ള ഹല്ലേലൂയ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എബ്രായ സ്ത്രീകൾ തിറമുള്ള സ്ത്രീകളാണ്. ആമേൻ. ഇസ്രായേൽ ഗൃഹം പണിത ലേയെ പോലെ റാഹേലിനെ പോലെയും ജീസസ് വോയിസിലെ സകല സഹോദരിമാരെയും അമ്മമാരെയും കർത്താവാക്കി തീർക്കട്ടെ. അവൾ തൻ്റെ കൈ എളിയവർക്ക് വേണ്ടി തുറക്കുന്നു. അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകുന്നു. അത് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ, പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, നിന്റെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകട്ടെ. അവരുടെ പേര് വലുതാകട്ടെ. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാകുമെന്ന് അരുളി ചെയ്ത ദൈവം പറയുകയാണ്. മാന്യതയുള്ള സ്ത്രീകൾ, പ്രാർത്ഥിക്കുന്ന സ്ത്രീകളുടെ അമ്മമാരുടെ ഭർത്താക്കന്മാർ പട്ടണവാതിക്കൽ പ്രസിദ്ധരായിരിക്കും. അവൾ തൻ്റെ കൈയളിയവർക്ക് നീട്ടുന്നു. അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഹല്ലേലൂയ. ശരിയായ രീതിയിൽ ദൈവകൃപയുള്ള മാന്യമായ സ്ത്രീകളെ പോലെ മാന്യമായ വസ്ത്രം ധരിച്ച് ബലവും മഹിമയും നിങ്ങളുടെ വസ്ത്രമായി തീരട്ടെ. അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്. അതെ, പ്രാർത്ഥിക്കുന്ന അമ്മയും പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുടെ കാര്യത്തിൽ അവർ ജ്ഞാനത്തോടെ തങ്ങളുടെ വാ തുറക്കുവാനും ദയയും ഉപദേശവും എപ്പോഴും കൊടുക്കുവാൻ സ്ത്രീകൾ, അമ്മമാർ തയ്യാറാകണം. മക്കളെ ഉപദേശിക്കുന്ന കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് മക്കളെ ഉപദേശിച്ചിരിക്കണം. നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. നിങ്ങൾ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ പോകാത്തവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു നാളും അതിന് പോകത്തില്ല. നീ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് മറുപടി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തലമുറ ഏത് സ്ഥലത്ത് ചെന്നാലും പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മേടിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ജ്ഞാനത്തോടെ വായ് തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേലുണ്ട്.
അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പറയുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോക വനിതാ ദിനമാണ്. നമ്മൾ തിരുവചന പ്രകാരം ആമേൻ ഹല്ലേലൂയ തിരുവചനത്തിൽ കൂടി നോക്കുമ്പോൾ സ്ത്രീകളും അമ്മമാരും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, തലമുറകളുടെ വിടുതലിന് വേണ്ടി കരയുന്നവരാണ്, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീസസ് വോയിസിലുള്ള എല്ലാ സഹോദരിമാരെയും അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട് ഏറ്റവും ഉന്നതികളിൽ കൂടി, ദേശത്തിൻ്റെ ഉന്നതികളിൽ കൂടി അവരെ വാഹനമേറ്റ് നടക്കുമാറാക്കണം. ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സഹോദരിമാർക്കായി സ്തോത്രം. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സകലവിധമായ അനുഗ്രഹങ്ങളും നിന്റെ മക്കളുടെ മേൽ വരട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.